ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എക്കണോമിക്സിൽ മണി ആൻഡ് ബാങ്കിങ് ആണ്. ഓക്കെ, മണി ആൻഡ് ബാങ്കിങ്ങിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റം തന്നെയാണ്. ഇന്ത്യയിലെ ബാങ്കുകൾ എങ്ങനെയൊക്കെയാണ്, എത്ര തരം ബാങ്കുകൾ ഉണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ കേന്ദ്ര ബാങ്കാണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ പൊതുവെ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. അതിലൊന്ന് ബാങ്കുകളും രണ്ട് ബാങ്കിതര സ്ഥാപനങ്ങളുമാണ്. അതിൽ ബാങ്കുകൾ എന്ന് പറയുന്നതാണ് ഒന്ന് വാണിജ്യ ബാങ്കുകൾ, പിന്നെ സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ, അങ്ങനെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്, അതായത് NBFC എന്ന് പറയും. അതാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ. അതായത് നമ്മളൊരു ബാങ്കിൻ്റെ പൊതുവായ പ്രവർത്തനങ്ങൾ ചെയ്യാത്ത ബാങ്കുകളുണ്ട്. ഇപ്പോൾ KSFE അല്ലേ, കുറിക്കമ്പനിയൊക്കെയാണ് അല്ലേ KSFE എന്ന് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനികളുണ്ട്. ബാങ്ക് എന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കും, വായ്പ കൊടുക്കുകയും ചെയ്യും. പ്രധാനമായുള്ള ജോലി ഇതൊക്കെയാണ്. റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങൾക്ക് അനുസൃതമായിട്ട് അവർ പ്രവർത്തിക്കുന്നു. ഓക്കെ, ബാങ്ക് ഇതര സ്ഥാപനങ്ങളിൽ ബാങ്ക് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനും അവർ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഓരോന്ന് എന്താന്ന് കാണാം. നമ്മൾ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ പ്രധാനമായിട്ട് തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? വാണിജ്യ ബാങ്കുകൾ അല്ലേ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പം അതിൽ വാണിജ്യ ബാങ്ക് എന്താന്ന് നോക്കാം, അഥവാ കൊമേഴ്ഷ്യൽ ബാങ്ക്. ബാങ്കിങ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായിട്ടുള്ളൊരു സംവിധാനമാണ്. നമ്മൾ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ശ്രദ്ധിക്കാം. വാണിജ്യ ആവശ്യങ്ങൾക്കായി പണം കടം കൊടുക്കുകയും നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്യുന്ന ബാങ്കുകൾ കേട്ടോ. വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് പണം കടം കൊടുക്കുകയും നിക്ഷേപം സ്വീകരിക്കുകയും ചെയ്യുന്ന ബാങ്കുകളാണ് ഇത് നമ്മുടെ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. യെസ്. ഇനി പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആരാ? പൊതുമേഖല വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുമോ, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും, ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? SBA. ഭാരതി സെക്കൻഡേ. ഓക്കെ, ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? SBA. ഓക്കെ, അതിൻ്റെ എല്ലാ അനുബന്ധ ബാങ്കുകളും, അതായത് SBAയുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ബാങ്കുകളും, ദേശസാൽകൃത ബാങ്കുകൾ, അതായത് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക്സ് എല്ലാം, ദെൻ റീജിയണൽ റൂറൽ ബാങ്കുകൾ RRBs, ഇതെല്ലാം ചേർത്താണ് പൊതുമേഖല വാണിജ്യ ബാങ്കുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഇവ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പൊതുമേഖലാ വാണിജ്യ ബാങ്ക് എന്ന് വെച്ചാൽ എന്താ? SBAയും അതിൻ്റെ അനുബന്ധ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളും അങ്ങനെ വരും. ഇനി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാന വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ് സ്വകാര്യ വിദേശ ബാങ്കുകൾ. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വിദേശത്തായിരിക്കും. വിദേശ ബാങ്കുകൾക്ക് ഇവിടെ ബ്രാഞ്ച് തുടങ്ങാം. അതാണ് നമ്മൾ പറയുന്ന സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്ക് എന്ന് പറയുന്നത്. ഈ ബാങ്കുകൾ സ്വീകരിക്കുന്ന പ്രധാന നിക്ഷേപങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ DD, നമ്മൾ എപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത് ഓൺ ഡിമാൻഡ് നമുക്ക് പൈസ കിട്ടും. അതാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട്. കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ഒക്കെ ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്ന അക്കൗണ്ടാണ്. ഒരു ദിവസം എത്ര വേണമെങ്കിലും പണം അവരിടുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന സംവിധാനമാണ്. അങ്ങനെ സേവിങ്സ് ഡെപ്പോസിറ്റ് ഉണ്ട്. നമ്മളൊക്കെ ചെയ്യുന്ന സേവിങ്സ് ഡെപ്പോസിറ്റ് ആണ്. നമുക്കത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാവുന്ന സംഭവമാണ്. ടൈം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയുന്ന നമ്മുടെ FD, അതാണ് ടൈം ഡെപ്പോസിറ്റ്. ദീർഘകാലത്തേക്ക് നമുക്ക് നിക്ഷേപിക്കാം. അപ്പം ഇങ്ങനെ പലതരം നിക്ഷേപങ്ങളൊക്കെ ബാങ്കുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇനി അവർ നൽകുന്ന പ്രധാന സേവനങ്ങൾ എന്തൊക്കെയാണ്? ATM സൗകര്യം, ലോക്കർ സൗകര്യം അവർ പ്രധാനപ്പെട്ട സേവനങ്ങളാണ്. ഇനി വാണിജ്യ ബാങ്കുകൾ ഉദാഹരണം നോക്കിയേ, SBAയും കാനറ ബാങ്കൊക്കെയാണ് നമുക്ക് വാണിജ്യ ബാങ്കുകൾക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന ബാങ്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാണിജ്യ ബാങ്ക് എന്താണെന്ന് നമുക്കൊന്ന് ക്ലിയർ ആയില്ലേ? വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് വായ്പ കൊടുക്കുന്നു, വാങ്ങുന്നു. നമ്മളീ കാണുന്ന നമ്മുടെ SBI പോലെയുള്ള ബാങ്കുകളൊക്കെ വാണിജ്യ ബാങ്കുകളാണ്. ഓക്കെ, ഇനി നമുക്ക് സഹകരണ ബാങ്കുകളിലേക്ക് പോവാം.
സഹകരണ ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലേ, സഹകരണ ബാങ്ക് നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. നമ്മുടെ എല്ലാവരും നാട്ടിലുണ്ടാവും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അതാണ്. പിന്നെ നമുക്ക് കരുവന്നൂർ ബാങ്ക്, അതൊക്കെ നമുക്ക് വാർത്തകൾ കാണാം. അപ്പോൾ സഹകരണ സംഘങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതും ലാഭാധിഷ്ഠിത സ്ഥാപനങ്ങളല്ലാത്തതുമായ ബാങ്കുകൾ കണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ലാഭാധിഷ്ഠിത സ്ഥാപനങ്ങളല്ല എന്നാണ് ഇങ്ങനെ നമ്മൾ തത്വത്തിൽ. ലാഭാധിഷ്ഠിത സ്ഥാപനങ്ങളല്ലാത്തതുമായ ബാങ്കുകളാണ് ഏത്? സഹകരണ ബാങ്കുകൾ. ഇതിൻ്റെ ആപ്തവാക്യം ശ്രദ്ധിച്ചു വെക്കുക. സഹകരണം ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. കേട്ടാ, എന്തൊക്കെയാണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നുള്ളതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. ഇനി അത് ആർക്കാണ് അതിൽ നിന്ന് സഹായം കിട്ടുക? സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് അല്ലെ, ഗ്രാമീണ മേഖലയിലല്ലേ ബാങ്കുകൾ നിൽക്കുന്നത്. ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കിന്റെ പ്രധാന ലക്ഷ്യം. നമ്മളിപ്പോൾ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, SBI പോലുള്ള സ്ഥലത്ത് ലോൺ എടുക്കാൻ പോകണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഡോക്യുമെന്റ്സ്. അതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് നമ്മുടെ സഹകരണ ബാങ്കിൽ നിന്ന് പെട്ടെന്ന് ലോൺ കിട്ടും അല്ലേ. പിന്നെ നമ്മുടെ പരിചയമുള്ള നമ്മുടെ മെമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ലോൺ കിട്ടും. അത്രയും കോംപ്ലിക്കേഷൻ ഇല്ല. നമുക്ക് ആവശ്യം എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് അതിന് പ്രത്യേകിച്ച് ഉള്ള ഒരുപാട് ഡോക്യുമെന്റ്സ് ഇല്ലാതെ തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ തെളിയിച്ച് അവർ നമുക്ക് സെറ്റാക്കി തരും. നമുക്ക് ലോൺ കിട്ടാനും നമുക്ക് വളരെ എളുപ്പമുണ്ട് അല്ലേ. ഇനി സഹകരണ ബാങ്കുകളുടെ വിവിധ തലങ്ങൾ നോക്കാം. സഹകരണ ബാങ്കുകൾ എങ്ങനെയൊക്കെയാണ്? ഒന്ന് സംസ്ഥാന സഹകരണ ബാങ്ക് ഉണ്ടോ, സംസ്ഥാന സഹകരണ ബാങ്ക്, അതുപോലെ ജില്ലാ സഹകരണ ബാങ്ക്, പ്രാഥമിക സഹകരണ ബാങ്ക്. അങ്ങനെ മൂന്നായിട്ടാണ് കിടക്കുന്നത്. ഏതൊക്കെയാണ്? സംസ്ഥാന സഹകരണം, ജില്ലാ സഹകരണം, പ്രാഥമിക സഹകരണ ബാങ്ക്. ഓക്കെ, സംസ്ഥാനത്തെ സഹകരണ സംഘത്ത് ഉയർന്ന ഘടകമാണ് സംസ്ഥാന സഹകരണ ബാങ്ക്. അവരെന്ത് ചെയ്യും? അവർ ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കും സാമ്പത്തിക സഹായം നൽകും അല്ലേ. ഇനി ജില്ലാ സഹകരണ ബാങ്കുകളുടെ പ്രത്യേകത എന്താണ്? അവർ ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കും. പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകുന്നു അല്ലേ. സംസ്ഥാനങ്ങൾ ജില്ലയ്ക്ക് സഹായവും ഉപദേശം കൊടുക്കും. ജില്ലാ സഹകരണ ബാങ്ക് എന്ത് ചെയ്യും? അവരുടെ താഴെയുള്ള പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും നൽകും. ഓക്കെ, ഇതിലൊരു പക്ഷേ BCom കോർപ്പറേഷൻ പഠിച്ചവരുണ്ടോ? BCom കോർപ്പറേഷൻ പഠിച്ചവരൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോലിക്ക് നോക്കണവരൊക്കെ ആയിരിക്കും. ചിലപ്പോൾ JDC എന്ന് പറഞ്ഞ കോഴ്സൊക്കെ പാസ്സായിട്ടുണ്ടെങ്കിൽ ഇപ്പം ചില വേക്കൻസികളൊക്കെ വന്നിട്ടുണ്ട്. പ്രാഥമിക സഹകരണ ബാങ്കുകളോ പ്യുവർ ഗ്രാമങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് പ്രാക്ടിക്കലി നടക്കുന്നത് സമ്പാദ്യശീലമല്ല, വായ്പാശീലം പ്രോത്സാഹിപ്പിക്കുന്നു. നമുക്ക് എന്ത് കാര്യങ്ങളും വേഗം പോയി കഴിഞ്ഞാൽ ലോൺ കിട്ടും. വിദ്യാഭ്യാസത്തിനോ കല്യാണത്തിനോ വീട് പണിയാനോ ഒക്കെ നമുക്ക് കാരണങ്ങളൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ബോധിപ്പിച്ച് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ലോൺ കുറച്ചും കൂടി ഈസി ആയിട്ട് അവൈലബിൾ ആണ് അല്ലേ. ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ നൽകുന്നു. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കുറഞ്ഞ പലിശ നിരക്കിൽ അല്ലേ. കാർഷിക ലോണൊക്കെ നമുക്ക് കുറഞ്ഞ പലിശ നിരക്ക് കിട്ടുന്നുണ്ട്. അല്ലാത്തതിനൊക്കെ നമുക്ക് അത്യാവശ്യം പലിശയ്ക്ക് ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്താ ഗ്രാമീണ ബാങ്കിങ് എന്താന്ന് നോക്കാം. ഗ്രാമീണ ബാങ്കിങ് എന്ന് പറയുന്ന ആശയം എന്താ നോക്കാം. ഗ്രാമങ്ങളിലെ വായ്പാ സൗകര്യം വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആരംഭിച്ച വായ്പാ സംവിധാനങ്ങളാണ്. അത് കർഷകർക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ കർഷകർ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ റീജിയണൽ റൂറൽ ബാങ്ക്സ് ആരംഭിച്ചു ഗ്രാമീണ മേഖലയിൽ. അപ്പോൾ ഈ ബംഗ്ലാദേശ് ഗ്രാമീണ ബാങ്ക് എന്നൊരു സംഭവമുണ്ട്. ഇത് തോന്നുന്നു 5 ഇയർ പ്ലാൻസ് പഠിച്ച സമയത്ത് ഞാനത് മെൻഷൻ ചെയ്തിരുന്നു, ബംഗ്ലാദേശ് ഗ്രാമീണ ബാങ്കിനെ കുറിച്ച്. ബംഗ്ലാദേശ് ഗ്രാമീണ ബാങ്കിന്റെ പ്രത്യേകത, അതിന്റെ സ്ഥാപകൻ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹത്തെ നമ്മൾ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മൈക്രോ ക്രെഡിറ്റ് ആൻഡ് ഗ്രാമീൺ ബാങ്ക് എന്നാണ് പറയുന്നത്. ഫാദർ ഓഫ് മൈക്രോ ക്രെഡിറ്റ്. മൈക്രോ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ കുടുംബശ്രീക്കാരൊക്കെ ചെയ്യില്ലേ, അതായത് അവർ കുറച്ച് പേര് ഗ്രൂപ്പായിട്ട് അവരുടെ ഇടയിൽ തന്നെ ഒരു ലോൺ എടുത്ത് അവരത് എല്ലാ ആഴ്ച ഒരുമിച്ച് അടയ്ക്കുന്നു. നമ്മൾ മൈക്രോ ക്രെഡിറ്റ് കൊടുക്കുന്ന എന്താ പറയുക, ഈ സാഫൊക്കെ പോലെയുള്ള അതുപോലുള്ള കുറേ കമ്പനികളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു 15 പേരുള്ള അല്ലെങ്കിൽ 20 പേരുള്ള സ്ത്രീകളുടെ ഗ്രൂപ്പ് സംഘടിപ്പിച്ച് അവർക്ക് ലോൺ കൊടുക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? എല്ലാ ആഴ്ചയും അവർ നിർബന്ധമായിട്ടും അവരൊരു പിയർ ഗ്രൂപ്പാണ്, അവരെ പൈസ അടയ്ക്കണം. ഇപ്പോൾ ഒരു വീട്ടിൽ വന്നതിന് പൈസ കളക്ട് ചെയ്യും. അങ്ങനെ സംഭവമുണ്ട്. ഗ്രാമങ്ങളിൽ ശക്തീകരണമാണ്. ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് കിട്ടുന്ന പൈസ ചിലപ്പോൾ അവർക്ക് അതെടുത്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ വീട്ടിൽ ചെയ്യാനും ഡെവലപ്മെൻറ്റ് ആക്കാനൊക്കെ അവർക്ക് വരും. അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ വിവാഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചുണ്ടാക്കാനോ അല്ലെങ്കിൽ ചിലർ സ്വർണ്ണമൊക്കെ വാങ്ങിച്ചുണ്ടാക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാനൊക്കെ അവർക്ക് സാധിക്കും. അവർ എങ്ങനെയൊക്കെ കൂലിപ്പണിക്ക് പോകുന്നവരൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർ ജോലിക്കൊക്കെ പോയി എങ്ങനെയൊക്കെ നടക്കും.
അപ്പം അങ്ങനെയുള്ള ഒരു ശാക്തീകരണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മൈക്രോ ക്രെഡിറ്റ് എന്ന് പറയുന്ന സംഭവം അതാണ്. ഇപ്പോൾ കുടുംബശ്രീയിൽ എല്ലാ ആഴ്ചയും പോയിട്ട് ഇവർ പൈസ വയ്ക്കും, അവരതിൽ നിന്ന് തന്നെ അവർ ലോൺ എടുക്കുന്നു. അത് മൈക്രോ ക്രെഡിറ്റിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ മൈക്രോ ക്രെഡിറ്റ് ആൻഡ് ഗ്രാമീൺ ബാങ്കിൻ്റെ ഫാദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് യൂനുസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൽ നിന്നാണ് ഇത് തുടക്കം. ബംഗ്ലാദേശുകാരനാണ് മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്നത്. ഈ പേര് ന്യൂസൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക്, ന്യൂസ് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് പരിചയം ഉണ്ടാവും. നമ്മുടെ ഷെയ്ഖ് ഹസീനനെ അവിടെ നിന്ന് മറച്ചിട്ടിട്ട്, അതായത് അധികാരത്തിൽ നിന്ന് മറച്ചിട്ടതിന് ശേഷം മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ഒരു ബംഗ്ലാദേശിൽ കഴിഞ്ഞ വർഷം ഒരു പുതിയൊരു ഗവൺമെൻറ് വന്നത്. ഓക്കെ, കാരണം അദ്ദേഹം ഒരു എക്കണോമിസ്റ്റാണ്, നൊബേൽ ലോറേറ്റ് ആണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കുറച്ച് വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ് അല്ലേ. അപ്പം ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പകൾ നൽകുക. ഇവിടെ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനുസ്. ഇതൊക്കെ ചോദ്യമാണ് കേട്ടോ. ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിൻ്റെ സ്ഥാപകൻ, പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്ന വ്യക്തി, ഫാദർ ഓഫ് മൈക്രോ ക്രെഡിറ്റ്, ഫാദർ ഓഫ് ഗ്രാമീൺ ബാങ്ക്, ഇതെല്ലാം നമ്മുടെ ചോദ്യങ്ങളാണ്. മുഹമ്മദ് യൂനുസിനും ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിനും നൊബേൽ പ്രൈസ് ലഭിച്ച വർഷം ശ്രദ്ധിക്കുക, 2006. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നോക്കുക. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ക്രിയേറ്റിംഗ് എ വേൾഡ് വിത്തൗട്ട് പോവർട്ടി, എ വേൾഡ് ഓഫ് 3 സീറോസ് അല്ലേ, എ വേൾഡ് ഓഫ് 3 സീറോസ്. ഓക്കെ, വേൾഡ് ഓഫ് 3 സീറോസ്. പിന്നെ ബാങ്കർ ടു ദ പുവർ, മൈക്രോ ലെൻഡിങ് ആൻഡ് ദ ബാറ്റിൽ അഗെയിൻസ്റ്റ് വേൾഡ് പോവർട്ടി. അപ്പോൾ ഇതൊക്കെ മുഹമ്മദ് യൂനുസിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രാമീൺ ബാങ്കിങ്ങിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്ത സവിശേഷ ബാങ്കുകളാണ്. നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പറഞ്ഞു, നമ്മൾ ഗ്രാമീൺ ബാങ്കിനെ കുറിച്ച് അതിന് കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു അല്ലേ. സവിശേഷ ബാങ്കുകൾ എന്താ നോക്കാം. കാർഷിക, വ്യാവസായിക, റിയൽ എസ്റ്റേറ്റ് അല്ലെ, ഗ്രാമീണ വികസനം തുടങ്ങിയ പ്രത്യേക സാമ്പത്തിക മേഖലകൾക്ക് ധനസഹായം നൽകുന്ന ബാങ്കുകളാണ്. ചിലപ്പോൾ കാർഷിക മേഖലയ്ക്ക് കൊടുക്കാം അല്ലേ, ചിലപ്പോൾ ഒരു വ്യവസായത്തിന് കൊടുക്കാം, ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റിന് കൊടുക്കാം, ഗ്രാമീണ വികസനത്തിന് കൊടുക്കാം. അങ്ങനെ ബാങ്ക് കൊടുക്കുന്ന ലോണുകളാണ്. അപ്പം അങ്ങനെയുള്ള ചില ബാങ്കുകളും അവിടെ സവിശേഷതകൾ നമുക്ക് നോക്കാം. ഒന്ന് എന്താണ്? എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ വന്നത് നമ്മൾ 1991 ലിബറലൈസേഷൻ, പ്രൈവറ്റലൈസേഷൻ, പിന്നെന്താ ഗ്ലോബലൈസേഷൻ വന്നില്ലേ, ആ ഒരു സമയത്തൊക്കെ നമുക്ക് നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് അന്ന് കൂടുതൽ പ്രൊമോട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ആ സമയത്ത് അത് കൂടുതലായിട്ട് പ്രൊമോട്ടായി. നമുക്കത് നിലയിൽ വന്ന് 1982 ജനുവരി 1-ാം തീയതിയാണ് ഇത് എക്സിം ബാങ്ക് നിലവിൽ വന്നത്. ഓക്കെ, ഇപ്പം എക്സിം ബാങ്കിൻ്റെ പ്രത്യേകത എന്താണ്? അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കാണ് കേട്ടോ. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്, അതാണ് നമ്മുടെ എക്സിം ബാങ്ക്. ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്നു. പിന്നെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഇവർ നൽകുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ എക്സിം ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് നമ്മൾ പറയുന്നത് സിഡ്ബി ആണ്. സിഡ്ബി എന്ന് വെച്ചാൽ എന്താണ്? സിഡ്ബിയുടെ ഫുൾ ഫോം പഠിക്കുക. ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്താണ്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിൻ്റെ വർഷം എന്ന് പറയുന്നത് 1990 ആണ്. ഓക്കെ ഓക്കെ 1990 നിലവിൽ വന്നത്. 1990 ഏപ്രിൽ 2-ാം തീയതിയാണ് നമുക്ക് സിഡ്ബി നിലവിൽ വന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് എന്ത്? ചെറുകിട വ്യവസായ ബാങ്ക്. നമ്മുടെ ചെറുകിട വ്യവസായങ്ങൾക്ക് ലോൺ കൊടുക്കുന്ന ബാങ്കാണ്. പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്നു. ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുകയാണ് ലക്ഷ്യം. പഞ്ചവത്സര പദ്ധതി പഠിച്ചപ്പോൾ ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, നമ്മുടെ ചെറുകിട വ്യവസായ കമ്മിറ്റി, അവരെ കുറിച്ച് പഠിക്കാൻ 1955 DK കാർവേ കമ്മിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക് നബാർഡ് അല്ലേ. അടുത്തതാണ് നബാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, സവിശേഷ ബാങ്കുകളിൽ പെട്ട സാധനമാണ് നബാർഡ്. നബാർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നബാർഡിൻ്റെ ഫുൾ ഫോം പഠിക്കുക. നമ്മൾ 5 ഇയർ പ്ലാൻസ് പഠിച്ച സമയത്ത് നബാർഡ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ
ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, അതാണ് നമ്മുടെ നബാർഡ്. ഓക്കെ, അപ്പൊ നബാർഡ് എന്തിനാണ്? അതിൽ ആ പേരിൽ തന്നെ ഉണ്ട് നബാർഡിന്റെ. എന്താണ്? അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് മനസ്സിലാക്കി. നമുക്ക് അഗ്രികൾച്ചറിനും റൂറൽ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടാണ്, അല്ലെ, ഗ്രാമീണ വികസനം, കാർഷിക വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. ഇപ്പൊ ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക് ശ്രദ്ധിച്ചോ? പരമോന്നത ബാങ്ക് കണ്ട, ഗ്രാമീണ വികസനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിപ്പിക്കുന്ന ബാങ്കാണ്. അതായത് നമ്മുടെ RRBകളൊക്കെ, റീജിയണൽ റൂറൽ ബാങ്ക്സിനൊക്കെ ഏകോപിപ്പിക്കുന്നു. കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്കുകളാണ് നബാർഡ്. അപ്പം നമ്മൾ ഈ ബാങ്കുകളൊക്കെ പരിചയപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? നമ്മളിതൊക്കെ പരിചയപ്പെട്ടത് എക്സിം ബാങ്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിഡ്ബി, നബാർഡൊക്കെ പരിചയപ്പെട്ടത് സവിശേഷ ബാങ്കിന്റെ എക്സാമ്പിൾ ആയിട്ടാണ്. നബാർഡിനെ കുറിച്ച് കുറച്ചും കൂടി ഫാക്ട് നമുക്ക് നോക്കാം. കൃഷിക്കും ഗ്രാമവികസനത്തിനായിട്ട് വായ്പ നൽകുന്ന ദേശീയ ബാങ്കാണ്. പൂർണ്ണ രൂപം പഠിക്കുക. നബാർഡ് രൂപീകൃതമായ വർഷം പഠിക്കുക, 1982 ജൂലൈ 12. അങ്ങനെയാണ് ചോദിക്കാറുണ്ട് ഡേറ്റ്. നബാർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈ. നബാർഡിന്റെ ആസ്ഥാനം ചോദിക്കാറുണ്ട്. നബാർഡ് രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ശിവരാമൻ കമ്മിറ്റി, അതും ചോദിക്കാറുണ്ട്. കേരളത്തിലെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. കിഴക്കൻ ഏഷ്യയിലെ ആദ്യ സെന്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ലക്നൌവിൽ സ്ഥാപിച്ച ബാങ്ക് എന്ന് പറയുന്നത് നബാർഡാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നബാർഡിനെ കുറിച്ച് പ്രധാനമായിട്ടും പറഞ്ഞു വെക്കാനുള്ളത്. അല്ലെ, 82 ജൂലൈ 12 ആരംഭിച്ചു. മുംബൈയിലെ ആസ്ഥാനം ശിവരാമന്റെ നിർദ്ദേശപ്രകാരം. ഫുൾ ഫോം എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, അല്ലേ? ഓക്കെ, കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ട് ലോണൊക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ നബാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പോവാം. അടുത്താണ് വികസന ബാങ്കുകൾ. ഉണ്ടോ? വികസന ബാങ്കുകൾ എന്തൊക്കെയാണ്? വ്യവസായശാലകളുടെ, അപ്പം നമുക്ക് വികസന ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ അത് എന്തൊക്കെയോ വികസനത്തിന് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്ന ബാങ്കുകളാന്ന് ഓർത്ത് വയ്ക്കാം. വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ദീർഘകാല വായ്പകൾ, നോക്കിക്കോ, ലോങ് ടേം വായ്പകളാണ് കേട്ടോ. ദീർഘകാല വായ്പകൾ നൽകി സഹായിക്കുന്ന ബാങ്കുകളാണ് ഇത് വികസന ബാങ്കുകൾ എന്ന് പറയുന്നത്. സ്വകാര്യ ബിസിനസ് കമ്പനികൾക്കും പൊതുമേഖലാ യൂണിറ്റുകൾക്കും, കണ്ട, ആർക്ക് കൊടുക്കും? സ്വകാര്യ ബിസിനസ് കമ്പനിക്ക് കൊടുക്കും, പൊതുമേഖലാ യൂണിറ്റിനൊക്കെ കൊടുക്കും. അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, കണ്ട, ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അത് അങ്ങനെയുള്ളൊരു വികസന ബാങ്കിൽ ഉൾപ്പെട്ടതാണ്. അപ്പം നമ്മൾ 4 തരം ബാങ്കുകൾ പഠിച്ചു. കൊമേഴ്ഷ്യൽ ബാങ്ക്, നമ്മൾ സഹകരണ ബാങ്ക്, സവിശേഷ ബാങ്ക്, വികസന ബാങ്ക്. അങ്ങനെ 4 തരത്തിലുള്ള ബാങ്കുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാവുന്നത് ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണെന്നുള്ളത്. നിങ്ങൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താ നമുക്ക് നോക്കാം. RBI ആക്ടിന്റെ 2ാം ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും കുറഞ്ഞത് 5 ലക്ഷം മൂലധനം, കേട്ടോ, ശ്രദ്ധിക്കുക, ഇവിടെ കുറഞ്ഞത് എന്താണ്? കുറഞ്ഞത് 5 ലക്ഷം മൂലധനം, അല്ലേ? കുറഞ്ഞത് 5 ലക്ഷം മൂലധനം ഉള്ളതായ ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്ക്. അതായത് RBIയുടെ 2ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നു, അല്ലേ? കുറഞ്ഞത് 5 ലക്ഷം രൂപ മൂലധനമുള്ള ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്ക്. അപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ ആരാ, എന്താ, എവിടെയുള്ളത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിനനുബന്ധ സ്ഥാപനങ്ങൾ, എല്ലാ ദേശസാൽകൃത ബാങ്കുകൾ, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ, വിദേശ ബാങ്കുകൾ, ചില സഹകരണ ബാങ്കുകൾ എന്നിവയൊക്കെ ഷെഡ്യൂൾഡ് ബാങ്കിൽ ഉൾപ്പെടുന്നു. ഷെഡ്യൂൾഡ് ബാങ്കിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണെന്ന് ഏകദേശം മനസ്സിലായല്ലോ. നമ്മുടെ SBI പോലുള്ള ബാങ്കുകളൊക്കെ നമ്മുടെ ഷെഡ്യൂൾഡ് ബാങ്കിൽ ഉൾപ്പെടുന്നു. ഇവിടെ പ്രത്യേകത, ഇവയ്ക്ക് RBIയിൽ നിന്ന് ബാങ്ക് നിരക്കിലെ വായ്പയ്ക്ക് അർഹതയുണ്ട് കേട്ടോ. ബാങ്ക് നിരക്കിൽ അവർക്ക് RBIയിൽ നിന്ന് വായ്പയ്ക്ക് അർഹതയുണ്ട്. ഓക്കെ, ഇനി നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്താ നോക്കാം. 1934 RBI ആക്ടിനെ 2ാം ഷെഡ്യൂൾ ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്തതും 5 ലക്ഷം രൂപയിൽ താഴെ കരുതൽ മൂലധനം ഉള്ളതുമായ ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് 2ാം ഷെഡ്യൂളിൽ അവരില്ല, 5 ലക്ഷം രൂപയിൽ താഴെയാണ് അവർക്ക് മൂലധനമുള്ളൂ, അല്ലേ? അതാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ. അപ്പോൾ അടിയന്തരമോ അസാധാരണമായ സാഹചര്യങ്ങൾ ഒഴികെ സാധാരണ ബാങ്കിങ് ആവശ്യങ്ങൾക്കായിട്ട് RBIയിൽ നിന്ന് വായ്പ എടുക്കാൻ അർഹതയില്ലാത്ത ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ. നമ്മളെല്ലാ ലോക്കൽ ഏരിയ ബാങ്കുകളെയും നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് വിളിക്കുന്നു. നമ്മുടെ ലോക്കൽ ഏരിയ ബാങ്കുകൾ നമുക്ക് എന്താണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണെന്ന് മനസ്സിലായില്ലേ? നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഷെഡ്യൂൾ 2-ൽ അവർ ഉൾപ്പെട്ടിട്ടില്ല, 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കും അവരുടെ മൂലധനം എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ബാങ്കുകളൊക്കെയാണ്
ചിലപ്പോൾ ചില കോപ്പറേറ്റീവ് ബാങ്കുകളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലോക്കൽ ഏരിയ ബാങ്കുകളാണ്, അതൊക്കെ അതിനകത്ത് ഉൾപ്പെടും. ഓക്കെ, ഇനി മൈക്രോ ക്രെഡിറ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ മൈക്രോ ക്രെഡിറ്റ് പറഞ്ഞു അല്ലേ, ഗ്രാമീണ ബാങ്ക് എന്ന് പറഞ്ഞപ്പോൾ മൈക്രോ ക്രെഡിറ്റ് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നമ്മൾ കുടുംബശ്രീയൊക്കെ മൈക്രോ ക്രെഡിറ്റിന് ഉദാഹരണം പറഞ്ഞു. വളരെ ചെറിയ വായ്പകളിലൂടെ പാവപ്പെട്ട വ്യക്തികൾക്ക് ചെറിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും അതുവഴി അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുമാണ് മൈക്രോ ക്രെഡിറ്റിന്റെ ഉദ്ദേശ ലക്ഷ്യം അല്ലേ, അതാണ് മൈക്രോ ക്രെഡിറ്റ്. ഇനി നമ്മൾ പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ധർമ്മങ്ങളും. റിസർവ് ബാങ്കിലേക്ക് നമ്മൾ എത്താണ്. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്താണ്. ഇപ്പം എന്തൊക്കെയാണ് റിസർവ് ബാങ്കിനെ കുറിച്ച് പറയാനുണ്ടാവുക അല്ലേ? നമുക്ക് എല്ലാവർക്കും ഏകദേശം അറിയാമായിരിക്കും. റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് അല്ലേ, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് അല്ലേ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഒരു രാജ്യത്തിൻ്റെ പണ സംവിധാനത്തിനായിട്ട് ഉയർന്ന സ്ഥാപനം കേന്ദ്ര ബാങ്കാണ്. പൊതുജനക്ഷേമത്തിനായിട്ട് പണത്തിന്റെ സങ്കോച വികാസങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദപ്പെട്ട സ്ഥാപനം എന്ന് പറയുന്നത് കേന്ദ്ര ബാങ്കാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ഏതാ? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ പണനയത്തിന്റെ ചുമതല വഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പണനയം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? മോണിറ്ററി പോളിസിയാണ്. അത് എന്താണെന്ന് നമുക്ക് വഴിയെ പറയാം. അതായത് രണ്ട് തരത്തിലുള്ള പോളിസീസ് ഉണ്ട് ഇന്ത്യയിൽ. അതായത് മോണിറ്ററി പോളിസി ഉണ്ട്, ഫിസിക്കൽ പോളിസി ഉണ്ട്. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചാൽ ഇതിലൊരു വഴിക്ക് പോലും നമുക്ക് പറയാം. ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അതായത് നമ്മുടെ ഈ ടാക്സേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ വായ്പ എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ എന്താണ് ഫിസിക്കൽ പോളിസിയുടെ ഭാഗമാണ്. അതൊക്കെ തീരുമാനിക്കുന്ന ആരാ? നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. പക്ഷെ മോണിറ്ററി പോളിസിയിൽ നിങ്ങൾ റീപ്പോ റേറ്റ്, റിവേഴ്സ് റീപ്പോ റേറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ചെയ്യുകയോ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇനി ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു അല്ലേ, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI ആണ്. അന്താരാഷ്ട്ര നാണയനിധി. എന്താണ് ഈ അന്താരാഷ്ട്ര നാണയനിധി എന്ന് പറയുന്നത്? IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ ഇന്ത്യയെ പ്രതിദാനം ചെയ്യുന്നു. ഓക്കെ, IMFന്റെ ആസ്ഥാനം എവിടെയാണ്? വാഷിങ്ടണിലാണ്. ഓക്കെ, ഇനി വായ്പകളുടെ നിയന്ത്രകനാണ് RBI എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായ വർഷം നോക്കുക. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി തുടങ്ങി 35. അപ്പോൾ ആക്ട് 34 വന്നു. പക്ഷേ ഇത് RBI സ്ഥാപിതമായത് എന്നാണ് 1935. ഇനി ഒരു കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഈ ബാങ്ക് രൂപീകൃതമായത്. ആ കമ്മീഷന്റെ പേരെന്താണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. അപ്പോൾ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്തിന്റെ രൂപീകരണം ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ തരാം. SBI, RBI, നബാർഡ്, സിഡ്ബി. നിങ്ങൾ എന്തെഴുതും? ഹിൽട്ടൺ യങ് കമ്മീഷൻ, RBI നിങ്ങൾ എഴുതും. ഓക്കെ, ഹിൽട്ടൺ യങ് കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്. അതാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനം എത്രയാണ്? 5 കോടി രൂപയാണ് സ്ഥാപിത മൂലധനം എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും ആദ്യത്തെ ആസ്ഥാനം എന്ന് പറയുന്നത് കൊൽക്കത്തയായിരുന്നു. നിലവിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ്. മുംബൈയിലേക്ക് മാറ്റിയത് എന്നാണ് 1937. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിക്കാറുണ്ട് കേട്ടോ. RBI ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ഡൽഹി, മുംബൈ എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുംബൈ. അപ്പം നബാർഡിന്റെ ആസ്ഥാനം നമ്മൾ പഠിച്ചു. നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓർത്ത് വെക്കാം. ഇനി ഭാരതീയ റിസർവ് ബാങ്കിനെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് പ്രഖ്യാപിച്ചത് എന്നാ? 1949 RBI കേന്ദ്ര ബാങ്ക് ആയത്. നമ്മൾ വർഷങ്ങളും നോക്കിയേ. 34 ആക്ട് പാസ്സായി, 35 RBI സ്ഥാപിതമായി, 49 കേന്ദ്ര ബാങ്കായിട്ട് നമ്മൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു അല്ലേ. ഇനി കേരളത്തിൽ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓക്കെ, ഇന്ത്യയിലെ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാൻ അവകാശമുള്ളത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് റിസർവ് ബാങ്കിനാണ് കേട്ടോ. ഇനി 1 രൂപ നോട്ട് അച്ചടിക്കണമെങ്കിലോ? 1 രൂപ നോട്ട് അച്ചടിക്കുന്നത് ഗവൺമെന്റ് ആണ്, ഗവൺമെന്റ് ഫിനാൻസ് മിനിസ്ട്രി ആണ്. അപ്പോൾ 1 രൂപ നോട്ടിലൊഴികെ മറ്റ് കറൻസി നോട്ടുകളിൽ ഒപ്പുവെക്കുന്ന ആരാ? മറ്റ് കറൻസി നോട്ടുകളിൽ ഒപ്പുവെക്കുന്ന ആരാണ്? RBI ഗവർണറാണ് കേട്ടോ. 1 രൂപ നോട്ടിലൊഴികെ മറ്റ് കറൻസി നോട്ടിൽ ഒപ്പുവെക്കുന്നത് RBI ഗവർണറാണ്. ഇനി 1 രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത് ഫിനാൻസ് സെക്രട്ടറിയാണ്. 1 രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത് ഫിനാൻസ് സെക്രട്ടറിയാണ്. ഇനി RBIയുടെ
ചിഹ്നത്തിന് മുദ്രണം ചെയ്ത മൃഗം. ഇതൊക്കെ പണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്ന ചോദ്യങ്ങളാണ്. ഇപ്പം അടുത്തൊന്നും അങ്ങനെ ചോദിച്ചത് ഞാൻ കണ്ടില്ല. പക്ഷെ താഴെ എണ്ണപ്പനയൊക്കെ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? നമ്മൾ വലിയ പരീക്ഷകൾക്കൊക്കെ ചിലതിന് പോകുമ്പോൾ സ്റ്റേറ്റ്മെന്റിലൊക്കെ ചിലപ്പോൾ ഈ സാധനം കടന്നു വരും. മനസ്സിലായോ? അപ്പം നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ വലിയ ആൾക്കാരായിട്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആ നേരത്ത് കൺഫ്യൂഷനാവും. ഇപ്പോൾ കടുവയാണോ, പുലിയാണോ, ആനയാണോ, കടുവയാണോ എന്നൊക്കെ നമുക്ക് സംശയം വരും. ആർബിയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരുന്ന വൃക്ഷം എണ്ണപ്പന കേട്ടോ. എൻ്റെ മലയാളം അതിൻ്റെ ഇടയിൽ പോയതുകൊണ്ട് ഇംഗ്ലീഷിൽ ഞാൻ എഴുതി വെച്ചതാണ്. ഓക്കെ, എണ്ണപ്പനയാണ്. അതായത് നമുക്ക് തോന്നും ഇനിയിപ്പോൾ തെങ്ങാണോ അല്ലേ, അങ്ങനെ എന്തോ ആവാലോ. അപ്പോൾ നമുക്ക് സംശയം വരും. അപ്പോൾ എന്താണ് വൃക്ഷം, എന്താണ് എണ്ണപ്പന. നമ്മുടെ ആർബിഐയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്ത മൃഗം കടുവയാണ്. അല്ല, ഇതാണെങ്കിൽ ദേശീയ പക്ഷിയായ മയിലിനെ വയ്ക്കും, പൈതൃക മൃഗമായ ആനേനെ വയ്ക്കാം അല്ലേ. പക്ഷെ എന്താണ്, കടുവയാണ് അല്ലേ. വൃക്ഷം ഏതാണ്? വൃക്ഷം തെങ്ങൊന്നല്ല, എണ്ണപ്പനയാണ്. ഓക്കെ, യെസ്. ഇനി ആർ ബി ഐയുടെ ആദ്യത്തെ ഗവർണർ ആരാണ്? ഊസ്മോൺ സ്മിത്ത് ആണ് കേട്ടോ. യൂറോപ്യനായിട്ടുള്ള വ്യക്തിയാണ്, ഇന്ത്യക്കാരനല്ലായിരുന്നു. ആർ ബി ഐയുടെ ആദ്യ ഗവർണർ ആരാണ്? ഊസ്മോൺ സ്മിത്ത് ആണ്. ഓക്കെ, ഇനി 1926 റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് പ്രകാരം നിലവിൽ വന്ന ആർ ബി ഐയുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ. അതായത് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് പ്രകാരം, അതായത് നമ്മുടെ എന്താണ് ഹിൽട്ടണിയൻ കമ്മീഷൻ പ്രകാരം നിലവിൽ വന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ. വേറെ ഒന്നുമില്ല, ഇത്ര ഉള്ളു ശരിക്കും ചോദ്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ വളഞ്ഞ് മുക്ക് പിടിച്ച് ചോദിച്ചെന്നുള്ളതാണ് സർ സി ഡി ദേശ്മുഖ് കേട്ടോ. സർ സി ഡി ദേശ്മുഖ്. ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഗവർണർ ആരാണ്? നമ്മുടെ ഇതിൻ്റെ ആർ ബി ഐയുടെ സി ഡി ദേശ്മുഖാണ് കേട്ടോ. ഇനി കാഴ്ചപരിമിതി ഉള്ളവർക്ക് കറൻസി നോട്ടുകളിലെ മൂല്യം തിരിച്ചറിയുന്നതിന് വേണ്ടി ആർ ബി ഐ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് മണി എന്ന് പറയുന്നത്. അതായത് മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ. ഇത് കറണ്ട് അഫെയർ ആയിട്ട് ഇത് വന്ന സമയത്ത് കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ ആണ്. ഇന്ത്യയിലെ ഡിജിറ്റൽ വൽക്കരണം വിലയിരുത്തുന്നതിനായിട്ട് ആർ ബി ഐ തയ്യാറാക്കുന്ന സൂചികയാണ് ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ്. ഇൻഡെക്സുകളൊക്കെ പഠിക്കും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ തയ്യാറാക്കുന്ന ആൾക്കാർ, അത് വേൾഡിലെ ആണെങ്കിലും നമുക്ക് ഇൻഡെക്സുകൾ തയ്യാറാക്കുന്ന ഓർഗനൈസേഷൻ്റെ പേരുകൾ വരാറുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത് നിതി ആയോഗ്, ആർ ബി ഐ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വ്യത്യസ്തമായ ചോദ്യങ്ങൾ വരാം. ഓക്കെ, ഇനി ആർ ബി ഐയുടെ കീഴിലുള്ള പരിശീലന സ്ഥാപനങ്ങൾ നോക്കാം. ഒന്ന് ആർ ബി ഐ സ്റ്റാഫ് കോളേജ്, എന്താണ് ചെന്നൈ അല്ലെ. ആർ ബി ഐ സ്റ്റാഫ് കോളേജ് ഇവിടെയാണ്, ചെന്നൈ ആണ്. ആർ ബി ഐ അക്കാഡമി മുംബൈ ആണ്. കോളേജ് ഓഫ് അഗ്രികൾച്ചർ ബാങ്കിങ് പൂനെയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പൂനെയാണ്. അപ്പോൾ നമ്മൾ ആർ ബി ഐയെ കുറിച്ച് കുറേ മിസ്ലേനിയസ് ഫാക്റ്റ് ഈ സമയം കൊണ്ട് പഠിച്ചു. ഒന്ന് ഓർത്തു നോക്കാം. ആർ ബി ഐ നിലവിൽ വരാൻ കാരണമായിട്ടുള്ളത് ഹിൽട്ടണിയൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് 1926. പിന്നെ ഇതിന് ആക്ട് പാസ്സായത് 34-ലാണ്. ആർ ബി ഐ നിലവിൽ വന്ന് 35-ലാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് പ്രഖ്യാപിച്ചതെന്നാണ് 49-ലാണ്. ആദ്യത്തെ ആസ്ഥാനം കൊൽക്കത്തയിലായിരുന്നു. മുംബൈയിലേക്ക് ആസ്ഥാനം മാറ്റിയത് 37-ലായിരുന്നു. പിന്നെ നമ്മുടെ ബാങ്കുകളുടെ ബാങ്കാണ്, അല്ല ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്. എന്തൊക്കെയായിരുന്നു നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഗവർണർ ഊസ്മോൺ സ്മിത്ത് ആണെന്ന് പറഞ്ഞു. നമ്മുടെ മൃഗം, അതിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണെന്ന് പറഞ്ഞു. നമ്മുടെ ചിഹ്നത്തിലുള്ള വൃക്ഷം എന്ന് പറയുന്നത് എണ്ണപ്പനയാണെന്ന് പറഞ്ഞു. രൂപ നോട്ടിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഒപ്പുവയ്ക്കുന്നത് ആർ ബി ഐ ഗവർണറാണ് അല്ലേ. രൂപ നോട്ടിൽ ഒപ്പുവയ്ക്കുന്നത് നമ്മുടെ ഫിനാൻസ് സെക്രട്ടറി ആണ്, ഫിനാൻസ് മിനിസ്ട്രിയിലെ ഫിനാൻസ് സെക്രട്ടറി ആണ് അല്ലേ. അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ആർ ബി ഐ ആണ് എന്ത് മോണിറ്ററി പോളിസി നിയന്ത്രിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, കേന്ദ്ര ബാങ്കിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ധർമ്മമാണ് നോട്ട് ഇറക്കലാണ് കേട്ടോ. നോട്ട് ഇറക്കൽ, എന്താണ് നോട്ട് ഇറക്കൽ? ഗവൺമെന്റ് ബാങ്കാണ്, ബാങ്കുകളുടെ ബാങ്കാണ്, വിദേശ നാണയത്തിന് സൂക്ഷിപ്പിക്കാനാണ്. ഇതോറെ നമുക്ക് വിശദമായിട്ട് പറയാം. ഒന്ന് നോട്ട് അച്ചടിച്ചിറക്കുന്നത് നമ്മുടെ ആർ ബി ഐ ആണ്. പിന്നെ ഗവൺമെന്റ് ബാങ്കാണ്, ബാങ്കുകളുടെ ബാങ്കാണ്, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരനാണ്. അതായത് നമ്മുടെ ഡോളറൊക്കെ അല്ലേ നമുക്ക് കീപ്പ് ചെയ്യുന്നത് ആർ ബി ഐ ആണ്. അത് എത്രത്തോളം കീപ്പ് ചെയ്യണം, അതിൻ്റെ അളവ് കുറയുമ്പോഴും കൂടുമ്പോഴും ഒക്കെ അതനുസരിച്ച് മാനേജ് ചെയ്യുന്നതൊക്കെ അതിനുവേണ്ടി പദ്ധതികൾ നടപ്പിലാക്കുന്നത് ആർ ബി ഐ തന്നെയാണ്. ആപൽഘട്ടങ്ങളെ സഹായി അല്ലേ. നമ്മൾ ഒരു നിവൃത്തിയില്ലാണ്ടാകുമ്പോൾ ആരുടെ അടുത്ത് പോയി വായ്പ ചോദിക്കും അല്ലേ. ഏത് ബാങ്കിനോ ഗവൺമെൻറ്റോ ഇന്ത്യയിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അവരെന്ത് ചെയ്യും? ആർ ബി ഐയുടെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെയാണ്. ഇനി പണ സപ്ലൈയുടെ നിയന്ത്രകനാണ്, കൺട്രോളർ ഓഫ്
മണി സപ്ലൈ, റിപ്പോർട്ടുകളുടെ പ്രസിദ്ധീകരണം, പിന്നെ ധാർമ്മിക പ്രേരണ, അല്ലേ, ധാർമ്മിക പ്രേരണ അവർ അതായത് RBIയുടെ നയങ്ങളും പദ്ധതികളും നടപ്പിലാക്കാനായിട്ട് പ്രേരിപ്പിക്കും. പിന്നെ എന്താണ്, പ്രത്യക്ഷ നടപടികളുണ്ട്, ഡയറക്റ്റ് ആക്ഷൻ അവർ ചെയ്യും. അതായത് ഇപ്പോൾ ചിലപ്പോൾ RBI ചില ബാങ്കുകളുടെ മേല് പിഴ ചുമത്തിന്നൊക്കെ നമുക്ക് പറഞ്ഞേക്കാം. ഓക്കെ, എനിക്കിത് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, കുറച്ച് ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നണ്ടാവില്ല, എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് ഞാൻ ഫിസിക്കലി അത്ര ഓക്കെ അല്ല, ഒരു പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇന്ന് കുറച്ച് എനിക്ക് ശ്വാസം കിട്ടാണ്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടാവില്ല, എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നണില്ല ഇന്ന് ക്ലാസ് എടുക്കുമ്പോൾ. കേട്ടാ, ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ വിചാരിച്ച പോലെ എനിക്കത് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് പറയാം നോട്ട് ഇറക്കൽ. കേട്ടാ, നോട്ട് ഇറക്കൽ. നമുക്ക് ഈ ഓരോ കേന്ദ്രമേഖലയുടെ എല്ലാ ധർമ്മങ്ങളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. നോട്ട് ഇറക്കൽ എന്താണ്? നോട്ട് ഇറക്കൽ നമുക്കറിയാം, രാജ്യത്ത് കറൻസി നോട്ട് അച്ചടിച്ചിറക്കുന്നതിനുള്ള അധികാരമുള്ളത് കേന്ദ്ര ബാങ്കിനാണ്. മനസ്സിലായോ? അപ്പോൾ കേന്ദ്ര ബാങ്കിനാണ് നോട്ട് അച്ചടിച്ചിറക്കാനുള്ള അധികാരമുള്ളത്. ഇന്ത്യയിൽ 1 രൂപ നോട്ടും നാണയങ്ങളും ഒഴികെ എല്ലാം പുറത്തിറക്കുന്നത് RBI ആണ്. ഇപ്പോൾ 1 രൂപ നോട്ടും നാണയങ്ങളും ഇറക്കുന്നത് ആരാണ്? നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രിയാണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ് ധനകാര്യ ഗവൺമെൻറ് ധനകാര്യ വകുപ്പാണ്. കേട്ടോ, അതിനാണ് നോട്ട് ഇറക്കുന്നത്. ഇനി ഗവൺമെൻറ് ബാങ്ക് എന്നറിയപ്പെടുന്നു. എങ്ങനെയൊക്കെയാണ് ഇത് ഗവൺമെൻറ് ബാങ്കായിട്ട് RBI പോകുന്നത്? ഗവൺമെൻറ് ബാങ്കായിട്ട് RBI പ്രവർത്തിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ഗവൺമെൻറ്റിൻ്റെ നിക്ഷേപം സൂക്ഷിക്കുകയും ഉണ്ടോ സർക്കാരിന് വേണ്ടി ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്നത് കേന്ദ്ര ബാങ്കാണ്. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ട്രഷറി ബിൽസ് വിൽക്കുക, അല്ലേ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിൽക്കുക, ഇതൊക്കെ ഗവൺമെൻറ് നേരിട്ടല്ല ചെയ്യുന്നത്. ഇതെല്ലാം ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കേന്ദ്ര ബാങ്കായിട്ടുള്ള RBI ആണ്. പിന്നെ സർക്കാരിൻ്റെ ഏജൻ്റായിട്ടും ഉപദേശകരായിട്ടും കേന്ദ്ര ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാരിന് വേണ്ട ഫിനാൻഷ്യൽ ഉപദേശങ്ങളെല്ലാം തന്നെ RBI കൊടുക്കും. ഓക്കെ, ഇനി ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് വിദേശ കറൻസികളെ ക്രയവിക്രയം നമ്മൾ പറഞ്ഞല്ലോ, ഡോളറൊക്കെ കീപ്പ് ചെയ്യുന്നത് RBIയിലാണ്. അപ്പം നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ടോട്ടൽ നമുക്ക് എന്തോരം മണി സപ്ലൈ ഉണ്ട്, അതിനനുസരിച്ചുള്ള ഗോൾഡ് അതൊക്കെ നമുക്ക് RBIയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രത്തോളം മണി സപ്ലൈ നമുക്ക് പുറത്തുണ്ട് അതിനനുസരിച്ചുള്ള ഒരു അസറ്റ് നമുക്ക് RBIയിൽ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മുടെ ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കാണ് ഏത്? RBI എന്ന് പറയുന്നത്. വാണിജ്യ ബാങ്കുകളുടെ ക്യാഷ് റിസർവിൽ ഒരു ഭാഗം സൂക്ഷിക്കുന്നു. അതായത് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കും കേട്ടോ, നമ്മൾ CRR എന്ന് പറയും. ഇത് ക്യാഷ് റിസർവ് റേഷ്യോ അഥവാ കരുതൽ ധനാനുപാതം എന്ന് പറയുന്ന സംഭവം, അല്ലെ, കരുതൽ ധനാനുപാതം. അതായത് ഒരു മിനിമം എമൗണ്ട് എന്ത് ചെയ്യണം? RBIയിൽ ബാങ്കുകൾ സൂക്ഷിക്കണം. ഓക്കെ, നിർബന്ധമായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കരുതൽ ധനാനുപാതത്തിൻ്റെ അളവ് അവർ കൂട്ടി വെച്ചാൽ, അതായത് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കുകൾക്ക് പബ്ലിക്കിന് വായ്പ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ പബ്ലിക്കിന് വായ്പ കൊടുക്കുന്നത് കുറയും, പബ്ലിക്കിലേക്ക് പൈസ എത്തുന്നത് കുറയും. അപ്പോൾ ആ രീതിയിലുള്ള ചില കൺട്രോളൊക്കെ ഈ കരുതൽ ധനാനുപാതം എന്ന ടൂൾ വഴിയൊക്കെയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെയാണ് നമ്മൾ ഈ മോണിറ്ററി പോളിസി നേരത്തെ പറഞ്ഞതിൽ പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അത് നമുക്ക് വിശദമായിട്ട് മോണിറ്ററി പോളിസി പിന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് ഹ്രസ്വകാല ഫണ്ടുകൾ നൽകുകയും എന്നാ ഓക്കെ വാണിജ്യ ബാങ്കുകൾ ഹ്രസ്വകാല ഫണ്ടുകൾ നൽകുന്നു. അതായത് ചിലപ്പോൾ ഒരു ഓവർനൈറ്റ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ റീപ്പോ റേറ്റ്, റിവേഴ്സ് റീപ്പോ റേറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അല്ലാത്തത് നമ്മൾ പഠിക്കാം. നമുക്ക് റീപ്പോ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക്, റിസർവ് ബാങ്ക് എന്താണ് നമ്മുടെ വാണിജ്യ ബാങ്കുകൾക്ക് കൊടുക്കുന്ന വായ്പ കൊടുക്കുന്നതാണ്. അതായത് റീപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർവ് ബാങ്ക് RBI ആർക്ക് കൊടുക്കുന്നു? ലോൺ കൊടുക്കുന്നു. ആർക്ക്? RBI ലോൺ കൊടുക്കുന്ന നിരക്ക്. RBI ലോൺ കൊടുക്കുന്ന നിരക്കാണ് ആർക്ക്? നമ്മുടെ വാണിജ്യ ബാങ്കുകൾക്ക്. അതാണ് റീപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഹ്രസ്വകാല വായ്പയായിരിക്കും, അധികം ദിവസങ്ങളോ മാസങ്ങളോ നീണ്ടു നിൽക്കാത്ത ഒരു വായ്പയായിരിക്കും. പിന്നെ നമ്മൾ പറയും റിവേഴ്സ് റീപ്പോ റേറ്റ് ഉണ്ട്. റിവേഴ്സ് റീപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ ബാങ്കുകളുടെ കയ്യിൽ നിന്ന് RBI കടം വാങ്ങും, അപ്പോൾ അവർക്ക് കൊടുക്കുന്ന പലിശ നിരക്കാണ്. മനസ്സിലായോ? അതാണ് റിവേഴ്സ് റീപ്പോ റേറ്റ്. എന്താണ്? RBI കടം വാങ്ങുന്നത് എന്ന് വെച്ചാൽ ബാങ്കുകളുടെ കയ്യിൽ നിന്നുള്ള പൈസ അവർ കുറയ്ക്കും. അപ്പോൾ ബാങ്കിന് പബ്ലിക്കിന് ലോൺ കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല. അതായത് ബാങ്കിൻ്റെ കയ്യിൽ നിന്നുള്ള പൈസയുടെ അളവ് എങ്ങനെ കുറച്ച് അത് പബ്ലിക്കിലേക്ക് പണം എത്താണ്ടിരിക്കണോ, അതിനുള്ള പരിപാടികൾ RBI ചെയ്യും. ഇനി ആളുകളിലേക്ക് പണം എത്തണമെങ്കിലോ അതിനുള്ള പരിപാടി RBI ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റേറ്റുകളൊക്കെ കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇപ്പം നിങ്ങളത് കൺഫ്യൂഷൻ അടിക്കണ്ട.
അത് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എക്കണോമിക്സായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് എപ്പോഴും ഭയങ്കര കൺഫ്യൂഷനുള്ള ഒരു ഭാഗമാണ്. അത് നമുക്ക് കൺഫ്യൂഷൻ നീക്കി തന്നെ നമുക്കത് സമാധാനമായിട്ട് ആ ടോപ്പിക്ക് പഠിക്കാം കേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ്? ഈ ഹ്രസ്വകാല ഫണ്ടുകൾ നൽകുന്നു പറഞ്ഞാലാണ് ഞാൻ ഈ റീപ്പോ റിവേഴ്സ് റീപ്പോനെ കുറിച്ച് പരാമർശിച്ചത്. കേന്ദ്രീകൃത പണം അടയ്ക്കലും നീക്കലും സൗകര്യം ചെയ്യുന്നു. പിന്നെ വാണിജ്യ ബാങ്കുകളിലെ മേൽനോട്ടം വഹിച്ച് അവയെ നിയന്ത്രിക്കുന്നു. അങ്ങനെ ബാങ്കുകൾ ബാങ്കായിട്ട് ആര് പ്രവർത്തിക്കുന്നു? RBI പ്രവർത്തിക്കുന്നു. ബാങ്കുകളൊക്കെ നിയന്ത്രിക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇനി വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാർ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. വിദേശ നാണയം സ്വർണത്തിന്റെ ഒക്കെ സൂക്ഷിപ്പുകാരെന്ന് പറയുന്നത് RBI ആണ്. ഇനി ആപൽഘട്ടങ്ങളെ സഹായി, അതാണ് ഇതാ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, അതായത് അവസാന അത്താണി എന്ന് പറയുന്നത് അതാണ്. കണ്ട, ഏതൊരു വാണിജ്യ ബാങ്കിനും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവയ്ക്ക് വായ്പ അനുവദിക്കുകയും അവയെ സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന ബാങ്കാണ്. അങ്ങനെ വാണിജ്യ ബാങ്കുകളെ ആപൽഘട്ടങ്ങളെ സഹായിക്കുന്ന ധർമ്മത്തെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. ഓക്കെ, ഇനി നമുക്ക് പറയാം പണ സപ്ലൈയുടെ നിയന്ത്രകനാണ്. ഓക്കെ, ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ സപ്ലൈയും വായ്പയുടെ നിയന്ത്രണം ചുമതലപ്പെട്ടിരിക്കുന്നത് അല്ലെ ആർക്കാണ്? RBIക്കാണ്. മനസ്സിലായോ? പണത്തിന്റെ സപ്ലൈയും വായ്പയുടെ നിയന്ത്രണവും RBIക്കാണ്. അതെങ്ങനെയൊക്കെയാണ് RBI പണം നിയന്ത്രിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ടൂളുകളില്ലേ അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതനുസരിച്ച് ബാങ്കിന്റെ കയ്യിൽ പണം കുറയുകയും കൂടുകയൊക്കെ ചെയ്യും. അതനുസരിച്ചിട്ടാണ് എത്രത്തോളം മണി അല്ലെങ്കിൽ എത്രത്തോളം മണി പബ്ലിക്കിലേക്ക് ഒഴുകണം, എത്രത്തോളം മണി നമ്മുടെ എക്കോണമിയിലേക്ക് ഇൻജെക്ട് ചെയ്യണം എന്നുള്ളത് RBI തീരുമാനിക്കുന്നത്. നമ്മളത് പഠിക്കും അല്ലെ. ഇനി ഇതിനായിട്ട് കേന്ദ്ര ബാങ്ക് ഉൾക്കൊള്ളുന്ന നയമാണ് എന്ത്? പണനയം. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? മോണിറ്ററി പോളിസി. കണ്ടോ, ഈ മോണിറ്ററി പോളിസിയുടെ ടൂൾസ് ആണ് നമ്മൾ ഈ പറഞ്ഞ എന്തൊക്കെ? CRR അല്ലേ, അല്ലെങ്കിൽ റീപ്പോ റേറ്റ് അല്ലേ, റിവേഴ്സ് റീപ്പോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എന്താണ്? ബാങ്ക് റേറ്റ്. മനസ്സിലായോ? ബാങ്ക് റേറ്റ് ഇതൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അല്ലേ, SLR, ഇതൊക്കെ നമ്മൾ പഠിക്കണ്ട. ഓക്കെ, നമുക്ക് ഇനി ഇവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണ്? റിപ്പോർട്ടുകളെ പ്രസിദ്ധീകരണം അല്ലെ. ബാങ്കിങ്, കറൻസി, ധനകാര്യം, സ്ഥല സമ്പത്ത് വ്യവസ്ഥ, സൂചകങ്ങൾ എന്നിവയെ പറ്റിയുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. ഇവ സാമ്പത്തിക ആസൂത്രണത്തിനും നയരൂപീകരണത്തിനും സഹായകമാണ്. കണ്ടോ, അപ്പോൾ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. പിന്നെയാണ് ധാർമ്മിക പ്രേരണ, അഥവാ എന്താണ്? മോറൽ സുവേഷൻ എന്ന് പറയും. മോറൽ സുവേഷൻ അതിൽ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. മോറൽ സുവേഷൻ സ്പെല്ലിംഗ് തെറ്റിയ SUASION എന്നാ. കേന്ദ്ര ബാങ്കിന്റെ വായ്പാ നയം നടപ്പിലാക്കാനുള്ള അംഗബാങ്കുകളെ പ്രേരിപ്പിക്കുന്നതാണ് ധാർമ്മിക പ്രേരണ. പണപ്പെരുപ്പ സമയത്ത് വായ്പകളുടെ അളവ് കുറയ്ക്കാനും പണച്ചുരുക്ക സമയത്ത് വായ്പകളുടെ അളവ് കൂട്ടാനും വാണിജ്യ ബാങ്കുകളെ പ്രേരിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? പണപ്പെരുപ്പ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? പണപ്പെരുപ്പം എന്ന് വെച്ചാൽ എന്താ? ഇൻഫ്ലേഷൻ ആണ് പണപ്പെരുപ്പം. ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം ഇത് കുറച്ച് ഒരു ഈ ഇൻഫ്ലേഷനൊക്കെ പറഞ്ഞു വരുമ്പോൾ കുറേ പേർക്ക് ഇഷ്ടമല്ല, കോംപ്ലിക്കേറ്റഡ് തോന്നും. പക്ഷെ നമുക്കിപ്പോൾ അതൊന്ന് ജസ്റ്റ് പറയാം. നമുക്ക് മറ്റേ ടൂൾസൊക്കെ പറയുമ്പോൾ ഇത് പറയണം. ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയണ ആളുകളുടെ കയ്യിൽ പൈസയുണ്ട്, അതായത് നമ്മൾ പറയും ടു മച്ച് മണി ചേസിങ് ഓൺ ടു ഫ്യൂ ഗുഡ്സ് എന്നാണ് പറയാം. അതായത് നമുക്ക് വില കൂടുന്നു. അപ്പോൾ നമുക്കറിയാം ഇപ്പം ഏറ്റവും കൂടുതൽ വില കൂടിയിരിക്കുന്ന സാധനം എന്താ? വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയുടെ വില എത്രയും കൂടിയത് 400 എത്രയൊക്കെ ആയിട്ടുണ്ട് അല്ലേ. അത്രയും 500 രൂപയുടെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഒരു സാധനത്തിന് വില കൂടിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാവും. ആളുകളുടെ കയ്യിൽ പൈസ ഉള്ളതനുസരിച്ച് വിലയും കൂടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ സാധനങ്ങളുടെ അളവ് ക്വാണ്ടിറ്റി ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനെയുള്ള പണപ്പെരുപ്പ സമയത്ത് ഗവൺമെന്റ് എന്താ ചെയ്യണ്ടേ? ഈ പണപ്പെരുപ്പ സമയത്ത്, അതായത് ആളുകളുടെ കയ്യിൽ പണം കൂടണ സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യണം? ആളുകളുടെ കയ്യിൽ നിന്നുള്ള പണം ഗവൺമെന്റ് ഇങ്ങോട്ടേക്ക് വലിക്കണം. ഗവൺമെന്റ് വലിക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും? ഒന്ന്, ബാങ്കുകൾ കയ്യിൽ നിന്ന് ലോൺ കൊടുക്കാനായിട്ട് ബാങ്കിന്റെ കയ്യിൽ പണം കുറയ്ക്കും. അതിനു വേണ്ടി എന്ത് ചെയ്യും? RBI ബാങ്കിന്റെ കയ്യിൽ നിന്ന് ലോൺ എടുക്കും. മനസ്സിലായോ? ബാങ്കിന്റെ കയ്യിൽ നിന്ന് RBI അങ്ങോട്ട് കാശ് മേടിക്കും. മനസ്സിലായോ? RBI അങ്ങോട്ട് കാശ് മേടിക്കും. അപ്പോൾ ഇവിടെ പബ്ലിക്കിലേക്ക് പൈസ പോവോ? പബ്ലിക്കിലേക്ക് പൈസ പോവില്ല. മനസ്സിലായോ? പബ്ലിക്കിന് കൊടുക്കാൻ ബാങ്കിൽ പൈസ ഇല്ല. അപ്പം അങ്ങനെ പബ്ലിക്കിൻ്റെ പൈസ കുറയും. പിന്നെ RBI എന്ത് ചെയ്യും? RBI എന്ത് ചെയ്യും? സെല്ലിങ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഗവൺമെന്റിന്റെ കയ്യിൽ സെല്ലിങ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയറുകൾ വിൽക്കും അല്ലെ. നമ്മൾ ഡിബഞ്ചർ എന്നൊക്കെ പറയുന്ന കടപ്പത്രങ്ങളൊക്കെ വിൽക്കും. ഇത് വിൽക്കുമ്പോൾ എന്ത് ചെയ്യും? പബ്ലിക് ഇത് വാങ്ങും. മനസ്സിലായോ? പബ്ലിക് വാങ്ങും. പബ്ലിക് ഇത് വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യും? പബ്ലിക് ഇത് വാങ്ങുമ്പോൾ എന്താ? പൈസ കൊടുക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? കയ്യിലെ പൈസ കുറയും. പബ്ലിക് വാങ്ങും, അപ്പൊ അവരുടെ കയ്യിൽ ക്യാഷ് പോവും.
അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ, ആളുകളുടെ കയ്യിലുള്ള പൈസ നമ്മൾ കുറച്ചു അല്ലേ. അപ്പോൾ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ കുറഞ്ഞു, അപ്പോൾ ആളുകൾക്ക് കൂടുതൽ അല്ല, അവിടെ ഇൻഫ്ലേഷൻ നമ്മൾ കുറച്ചു, അങ്ങനെ പണപ്പെരുപ്പം കുറഞ്ഞു, പബ്ലിക് വാങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുക, കയ്യിലെ ക്യാഷ്, ഞാനത് വളരെ സിമ്പിളായിട്ട് വെറുതെ ലോക്കലായിട്ട് പറയുന്നു കേട്ടോ, കയ്യിലെ ക്യാഷ് കുറയുന്നു, കയ്യിലെ ക്യാഷ് കുറയുന്നു. അപ്പം എന്താണ്, ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ കുറയുന്നു. ഉണ്ടാ, ഞാനത് ഭയങ്കര ലോക്കലായിട്ട് നിങ്ങളോട് പറഞ്ഞു തരണത്. അതായത് ആളുകളുടെ കയ്യിലുള്ള കാശ് എങ്ങനെ കുറയ്ക്കണം. ഇനി ആളുകളുടെ കയ്യിൽ അതുപോലെ എന്ത് ചെയ്യും, ഇനി അത് RBI ചെയ്യുന്നത്, നമ്മുടെ ഗവൺമെൻറ് ചിലപ്പോൾ എന്ത് ചെയ്യും, ടാക്സ് ഒക്കെ കൂട്ടും, അപ്പോൾ ആളുകളുടെ കയ്യിൽ കാശ് കുറയുമല്ലോ. ഇനി ആളുകളുടെ കയ്യിൽ കാശ് കൂട്ടണമെങ്കിലോ, ഗവൺമെൻറ് അങ്ങോട്ട് വിറ്റ സെക്യൂരിറ്റി ഇങ്ങോട്ട് വാങ്ങിക്കും, അപ്പോൾ ആളുകളിൽ പൈസ എത്തും. ഈ പറഞ്ഞ RBI കൂടുതലായിട്ട് ബാങ്കുകൾക്ക് പൈസ കൊടുക്കും അല്ലേ. അപ്പം അങ്ങനെയൊക്കെ വരും, ബാങ്കിൻ്റെ കയ്യിൽ പൈസ വരും, പബ്ലിക്കിന് പൈസ എത്തും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ബാങ്ക് RBI ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി പണപ്പെരുപ്പ സമയത്ത് വായ്പകളുടെ അളവ് കുറയ്ക്കാനും പണച്ചുരുക്ക സമയത്ത് വായ്പകളുടെ അളവ് കൂട്ടുവാനും വാണിജ്യ ബാങ്കുകളെ പ്രേരിപ്പിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യുന്നത് കേന്ദ്ര ബാങ്കാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഒരുപാട് അർത്ഥമുള്ളൊരു പോയിന്റാണ്. ഓക്കെ, ഇനി പ്രത്യക്ഷ നടപടികൾ, അടുത്ത ഗവൺമെന്റ് ഒരു RBIയുടെ ലക്ഷ്യമാണ് പ്രത്യക്ഷ നടപടികൾ. കേന്ദ്ര ബാങ്കിന്റെ നയങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന വാണിജ്യ ബാങ്കുകളുടെ മേൽ കേന്ദ്ര ബാങ്ക് സ്വീകരിക്കുന്ന ശിക്ഷാ നടപടികളാണ്. ചില സമയത്ത് നിങ്ങൾക്ക് ന്യൂസിലൊക്കെ കാണാം, ഇന്ന ബാങ്കിന്റെ മേൽ RBI ഇന്ന കാരണം കൊണ്ട് ഇത്രയും ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്രയും കോടി രൂപ പിഴ വിധിച്ചു, എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ എറേഴ്സ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ പോളിസീസിലോ അവരുടെ നടത്തിപ്പിലോ എന്തെങ്കിലുമൊക്കെ മാൽ പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ രീതിയിൽ RBI പിഴ ചുമത്താറുണ്ട്. അപ്പോൾ അതൊക്കെ പ്രത്യക്ഷ നടപടികൾ ഉൾപ്പെട്ട കാര്യമാണ്. ഓക്കെ, ബാങ്കിന് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്, പക്ഷെ ഞാൻ ഈ ടോപ്പിക്കോട് കൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് അധികം പറയാനായിട്ട് എനിക്കിനി പറയാനായിട്ട് അത്ര വയ്യ. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, കാരണം നമുക്ക് ഇനി ഫ്രഷ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഈ ബാങ്കിൻ്റെ പണനയത്തെക്കുറിച്ച് പറയാം. അതായത് മോണിറ്ററി പോളിസി പറയാം, നമുക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ട് പുതിയ ക്ലാസ്സിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് പറയാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.